വയനാട് ടൗൺഷിപ്പ് നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരായ ടി സിദ്ദിഖ്, കെ എം ഷാജി എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രാഥമിക അവലോകന യോഗം ചേർന്നു. രണ്ടാം ഘട്ട ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രിമാർ പറഞ്ഞു. ടൗൺഷിപ്പ് പദ്ധതികളിൽ ഒരു മാറ്റം ഞങ്ങൾ വരുത്തുന്നതിനെ കുറിച്ചല്ല ആലോചിച്ചത്. നിലവിൽ ടൗൺഷിപ്പ് പദ്ധതി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളാണ്, അല്ലാതെ ഒരു വേറെ മുൻവിധിയിൽ വന്ന് ചേരുന്നൊരു യോഗമല്ലത്. ഇതിനെ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് ഒരു തുടർച്ചയല്ലേ, ഞങ്ങൾ അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു അജണ്ടയില്ല, ഒരൊറ്റ അജണ്ടയുള്ളൂ. ദുരന്തബാധിതരായ ആളുകളോട് ചേർന്ന് നിന്ന് ഈ ഗവൺമെൻറ് ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥ സംവിധാനവും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ചലിക്കും. അതിലൊരു വിഭാഗീയതയും ഉണ്ടാവില്ല. ടാർഗറ്റ് ഓറിയൻറ്റഡായി നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ടൈം ബൗണ്ട് മിഷൻ ഈ കാര്യത്തിൽ ഉണ്ടാവണം. ആ ടൈം ബൗണ്ട് മിഷൻ്റെ കാര്യം ഉൾപ്പെടെ ക്രമീകരിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട്. ഫൈസൽ, എന്തൊക്കെയാണ് ഈ അവലോകന യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത്? മന്ത്രിമാർ എന്തൊക്കെയാണ് പറയുന്നത്? ഹരി, ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമിക അവലോകന യോഗമാണ് ഇന്ന് കളക്ടറേറ്റിൽ ചേർന്നത്. മന്ത്രി ടി സിദ്ദിഖ്, കെ എം ഷാജി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഏറ്റവും പ്രധാനമായി ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ രണ്ടാം ഘട്ടം, ആദ്യഘട്ടത്തിൽ 178 വീടുകൾ കൈമാറിയിരുന്നു. രണ്ടാം ഘട്ടത്തിലുള്ള വീടുകളുടെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. എത്രയും വേഗം ബാക്കി രണ്ടാം ഘട്ടത്തിലെ വീടുകൾ പൂർത്തീകരിച്ച് ദുരന്തബാധിതർക്ക് നൽകുക എന്നുള്ള ഒരു തീരുമാനമാണ് ആദ്യഘട്ടത്തിൽ എടുത്തിരിക്കുന്നത്. രണ്ടാമതായി, ദുരന്തബാധിതർക്ക് ഇപ്പോൾ കൊടുത്തു വരുന്ന ദിനപത്യവും വാടകയും അടുത്ത 3 മാസത്തേക്ക് കൂടി അത് നീട്ടിയിട്ടുണ്ട്. നേരത്തെയൊക്കെ ഊരാളുങ്കൽ ഈ കരാർ ഏറ്റെടുത്തപ്പോൾ തന്നെ ഒക്ടോബറിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോഴും ഊരാളുങ്കൽ അത് തന്നെയാണ് പറഞ്ഞിരുന്നത് എന്നുള്ള കാര്യം കൂടി മന്ത്രിമാർ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, മുൻ സർക്കാരിന്റെ വാഗ്ദാനം ചെയ്ത 410 വീടുകളായിരുന്നു. ആ വീടുകൾ കൈമാറാൻ മുൻ സർക്കാരിന് ആയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രിമാർ ഇന്നത്തെ ടൗൺഷിപ്പ് അവലോകന യോഗത്തിന് ശേഷം പറഞ്ഞത്.